ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ കുഞ്ഞിസ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാണ് ഗൈസ് വന്നത്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് കുളിച്ച് സ്കൂളിലൊക്കെ പോയി. സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം കുളിച്ച് ഞാൻ ട്യൂഷൻ, എനിക്ക് 5 മണിക്കാണ് ട്യൂഷൻ. ഇന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റപ്പോൾ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ട്യൂഷന് പോയി. അപ്പം എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ കേരള സിലബസ് പഠിക്കുന്ന ഞാൻ ഒരു പെണ്ണും 3 ആണുങ്ങളെ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് അവൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എടാ എനിക്ക് ഇത്തിരി കൊണ്ടുപോടാ, 2 എണ്ണം മതിയടാ. എന്നിട്ട് അപ്പുറം ശരി നാളെ കൊണ്ടുവരാം. നാളെ ചെല്ലുമ്പോൾ എടാ കൊണ്ടുവന്നാടാ, അയ്യോ മറന്നു പോയടി, ഞാൻ പിന്നെ ഒറ്റനാൾ കൊണ്ടുവരാം. മറ്റന്നാൾ ചെന്ന് ചോദിക്കുമ്പോഴോ എടി മറന്നു പോയടി, അതിൻ്റെ പിറ്റേന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ 1-2 ആഴ്ചയൊക്കെ ഇപ്പം കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമുക്കിവിടെ ശനിയാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയും 5 നമ്മുടെ നോർമൽ വർക്കിംഗ് ഡേയ്സും. പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഇല്ല, സാറ്റർഡേ സൺഡേ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ഓഫ്. സെക്കൻഡ് സാറ്റർഡേ ഉണ്ടെന്ന് തോന്നുന്നു. സാറ്റർഡേ ഉണ്ട്, പിന്നെ ഞായറാഴ്ച നമുക്ക് ലീവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ശനിയാഴ്ച വരെ ഒരാഴ്ച എടാ കൊണ്ടുവന്നടാ ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കും. പക്ഷെ അവൻ അയ്യോ മറന്നു പോയടി, എടി ഞാൻ നാളെ കൊണ്ടുവരാടി. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവൻ നാളെ കൊണ്ടുവരുമല്ലോ. അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ അപ്പം ഞാൻ നാളെ ട്യൂഷൻ, പിറ്റേന്നത്തെ ട്യൂഷൻ എടാ കൊണ്ടുവന്നാടാ. ഞാനാണ് ചിലപ്പോൾ സെമിൽ ഫസ്റ്റ് പോകണം, അപ്പം ലാസ്റ്റ് വരും. വന്നാൽ സീറ്റ് ചെയ്തിട്ട് എടാ കൊണ്ടുവന്നാടാ. സാറ് അറിയാതെ എനിക്ക് ചേച്ചിരിക്കുന്നത്, സാറോട് പഠിച്ചിട്ട് ഞങ്ങൾ കുനിഞ്ഞിരുന്നിട്ട് എടാ കൊണ്ടുവന്നാടാ. അയ്യോ സോറി അടി, നാളെ കൊണ്ടുവരാൻ മറന്നു പോയടി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ആഹാരമെല്ലാം കഴിച്ച് ഹോംവർക്കെല്ലാം ചെയ്ത ശേഷം ഞാൻ പോയി കിടക്കാൻ നോക്കും. അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചാറ്റാണ് കേസ്. പിന്നെ രാവിലെ എണീച്ചാൽ സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നാൽ കുളിച്ച് പിന്നെ നമ്മൾ ഇന്നവ ആ സാധനം കൊണ്ടുവരുമല്ലോ എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ട്യൂഷന് പോകും. അവൻ വന്നിരിക്കും, അതുകൊണ്ടെന്നാടാ അയ്യോടി മറന്നു പോയടി, അവൻ്റെ ഒരു മണവി, തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് തോന്നി, അവൻ്റെ ഒരു മണവി. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ഇന്ന് ഞാൻ ബേബി കളിയട്ടെ, അതേപോലെ ആയിരുന്നു മീസ്. അപ്പം എനിക്ക് ദേഷ്യമായിരുന്നു അവനോട്. അപ്പം അങ്ങനെ അവസാനം 2 ആഴ്ചകൾക്ക് ശേഷം ഇന്ന് എനിക്ക് ആ സാധനം കൈ കിട്ടി. എന്തിനാന്നല്ലേ കാണിച്ചുതരാം. ഗ്രീൻ കുട്ടിച്ചാത്ത, എൻ്റെ ആ സാധനം ആയിരിക്കണം ബൗളിൽ വരട്ടെ. ഞാൻ ഇവിടെ ബൗളൊക്കെ കഴുകി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ കുഞ്ഞു കുട്ടന്മാർക്ക് കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് അഴിക്കാൻ കുറേ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ലീക്കായാലോ എന്നും പറഞ്ഞിട്ട് ഇനി ഈ കെട്ടഴിക്കാൻ വേണം ഗൈസ് 2-3 മണിക്കൂർ. കാരണം അവ അത്രയ്ക്ക് നല്ലൊരു ചുറ്റി വെച്ചിട്ടുണ്ട്, കാരണം വെള്ളം ലീക്കാകുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ കുറേയൊക്കെ അതിങ്ങനെ ഇളകി കുറേയൊക്കെ ഇളകി ഗൈസ്. 2 സൈഡും കെട്ടിയിട്ടേക്കണ. ഇപ്പം ഇതെന്ത് കെട്ടിയത് ഇങ്ങനെ ഇപ്പം തന്നെ ഇളകി. അപ്പം കാത്തിരുന്ന് ഒടുവിൽ ആ സാധനം നമ്മളുടെ ഹലോ കുറ്റന്മാരെ. ഇനി നമുക്കിതിനെ നമ്മുടെ ബൗളിലേക്ക് ആക്കാം. ഈ പേടിയാണ് ഗൈസ്, വല്ലതും തെറ്റിപ്പോയാ. ദാറ്റ്സ് നമ്മൾ കെയർഫുള്ളി ഇവന്മാരെ അങ്ങോട്ട് ഗൈസ് മീൻ. നോ ഗൈസ്, ഇറങ്ങിപ്പോളാ. എടാ ഇവനെയൊക്കെ ഇന്ന് ഞാൻ എന്തോ ചെയ്യണം. രണ്ടും വീണ ഈ ടെൻഷനാണ് ഗൈസ്. രണ്ടും വീണു ഗൈസ്. നല്ല സമാധാനം ഗൈസ്. കാണിക്കാൻ അയ്യോ ഒരെണ്ണം ഇങ്ങ് അറ്റുണ്ട് ഗൈസ്. അവിടെ ഇരുട്ടാണ് ഗൈസ് കാണാത്ത. 2 എണ്ണം ഉണ്ട്.
ഇവന്മാർക്ക് തിന്നാനുള്ള ഫുഡൊക്കെ ഞാൻ മുമ്പ് മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു. 2 ഗോൾഡ് ഫിഷിനെ പിന്നെ കുറേ ഗപ്പീനെയൊക്കെ ഞാൻ വളർത്തി. പക്ഷേ പിന്നെ ആയപ്പോൾ ഓരോന്നും ചത്ത് തുടങ്ങി. അപ്പം പിന്നെ എനിക്ക് ഇനി പ്രതീക്ഷ ഉണ്ട്, എനിക്ക് ഇതൊക്കെ അങ്ങനെ വളർത്തണമെന്നുണ്ട്. അപ്പം അവന്മാർക്ക് കഴിക്കാനത് കുറച്ച് മണി അമ്മയുടെ കിച്ചണിൽ നിന്ന് എടുത്തിട്ടുണ്ടാണ്. അമ്മ അറിഞ്ഞിട്ടില്ല ഗീസ്. അങ്ങനത്തെ 3 സ്റ്റഡ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ പിങ്കി പേര് കിട്ടു. പിങ്കിയും പൊങ്കനും പൊങ്കിയും. അത് പൊങ്കി ആ ഓറഞ്ച് കയ്യിലുള്ളത് പൊങ്കനും. അതിൻ്റെ ഇപ്പുറ സൈഡിലാണ് ഗീസ്. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയത്തില്ല. അവ അപ്പുറത്ത് അതാണ്ട് ആ ഓറഞ്ച് കയ്യിലുള്ളത് പൊങ്കനും അതിൻ്റെ ഇപ്പുറത്താണുള്ളത് പൊങ്കിയും. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഇവരെ സ്വാഗതം ചെയ്യുന്നു. ശിവമാരെ നയിക്കൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടം. പിന്നെ അതേ 3 പ്ലാന്റ്സ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ. പിന്നെ ഇത് കാണുന്നതിന് ശേഷം പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.